ഉദയവർമ്മ വന്നത് തന്നെ പെണ്ണ് കാണാനായിരുന്നു എന്ന സത്യം നന്ദന തിരിച്ചറിയുന്നു. വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രതിഭയുടെ മുന്നിലെത്തുന്ന നന്ദന് പ്രതിഭ സത്യം തുറന്നു പറയുന്നു. മുത്തശ്ശിയോട് സങ്കടം പറയുന്ന നന്ദന. രഘുനാഥവർമ്മ നന്ദനെ ഭീഷണിപ്പെടുത്തുന്നു. മനീഷിന്റെ ദുസ്വഭാവം സുമിത്ര തിരിച്ചറിയുന്നു. ശേഖരൻ സുമിത്രയെ ഗുണദോഷിക്കുന്നു. മദ്യപിച്ച് ലക്കുകെട്ട മനീഷ് വീട്ടിലെത്തുന്നു. ഇനി തുടർന്ന് കാണുക. നിക്കട അവിടെ. എങ്ങനെ മനുഷ്യ മനസ്സ് വന്ന് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്നെ ഓർക്കണ്ട, മറ്റാരെ ഓർക്കണ്ട. നിന്റെ അച്ഛനെ നീ മറക്കരുതായിരുന്നു. ഇതുവരെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കുടിച്ച് നീ കണ്ടിട്ടുണ്ടോ? കള്ളു കുടിക്കുന്നത് പോയിട്ട് ഒരു സിഗരറ്റ് പോലും വലിക്കില്ലായിരുന്നു ശിവരാമേട്ടൻ. കെട്ടിടം പണി ഏറ്റെടുത്ത കോൺക്രീറ്റിന്റെ അന്ന് കൂലിക്കാർക്ക് കുപ്പി വാങ്ങിക്കാൻ കാശ് കൊടുക്കും. അന്ന് ശിവരാമേട്ടൻ ഒരു തുള്ളി തൊടില്ല. ആ അച്ഛന്റെ മോൻ. അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു നിന്നെക്കുറിച്ച്. പെൺമക്കൾക്കിടയിൽ ഒരേ ഒരു ആൺതരി. ഒന്ന് വയ്യാതെ വന്ന ഊന്നുവടിയായിട്ട് എനിക്കെന്റെ മോനുണ്ടെന്ന് എപ്പോഴും പറയായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോ നീ പനക്കില മുറ്റത്ത് ഓടിക്കളിക്കുമ്പോ ഞങ്ങള് വാതിൽപ്പടിയിൽ നോക്കിക്കൊണ്ടേയിരിക്കും. അന്ന് ശിവരാമേട്ടൻ പറയായിരുന്നു, ഇവൻ വളർന്ന് വലുതാവുമ്പോ പനക്കില പടിക്കല് ഒരു ബോർഡ് എഴുതി വെക്കണമെന്ന്. മനീഷ് ശിവരാമൻ എഞ്ചിനീയർ എഴുതിയ ബോർഡ്. അച്ഛൻ പോയി, ആ വീടും പോയി. നിന്റെ ജീവിതം കൂടി കൈവിട്ട് പോവാണോ? എന്തേലും ഒന്ന് പറ. അച്ഛൻ വരുത്തി വെച്ച കടം കാരണം വീട് പോയത്. അച്ഛൻ മരിച്ചത് അസുഖം വന്നിട്ടും അതിന് കാരണം ഞാനല്ല, നന്ദനയാ, അച്ഛന്റെ സ്വന്തം മോള്. മരിച്ചിട്ട് ഇത്രയും നാള് കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കുറ്റം പറയാ നീ? എങ്ങനെ നിനക്ക് ഇത്രയും മാറാൻ കഴിയുന്നു മനീഷെ? ദേഷ്യപ്പെടുകയല്ല ഞാൻ. കാൽച്ചോട്ടിലെ മണ്ണ് തെന്നി മാറുന്ന പേടികൊണ്ട് പറയാ. നമുക്ക് ഈ ശീലം വേണ്ട മനുഷ്യ. ഇനി നീ ഇത് ആവർത്തിക്കരുത്. എന്താ നീ ഒന്നും മിണ്ടാത്ത? പ്രത്യേകിച്ച് എന്ത് പറയാനാ? എനിക്ക് നീ വാക്കുത ഇനി കുടിക്കില്ലാന്ന് പറഞ്ഞത് കേട്ടോ? നീ മേലിൽ കുടിക്കില്ലെന്ന് വാക്കുതാ. കുടിക്കില്ല. അങ്ങനെ ഉഴപ്പി പറഞ്ഞ പോരാ, എന്റെ തലയിൽ കൈതൊട്ട് വാക്ക് തരണം. എന്തിനാ സത്യപ്രതിജ്ഞ? ചെയ്യാതിരുന്നാ പോരെ? കുടിക്കുന്നില്ല, മതിയല്ലോ. രണ്ടുപേരോടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ രാത്രി ഇതെന്തൊരു ഉറക്കമായിരുന്നു രുഗുവേട്ടാ. എത്ര വിളിച്ചിട്ടും ഒരു അനക്കമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ വലിയേട്ടൻ കേക്കെ പറയാമെന്ന്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നന്ദനയുടെ കയ്യിലെ ഒരു ഫോണുണ്ട്. ഫോണോ? ആന്നേ, മൊബൈൽ ഫോൺ. നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കണ്ടതാ. അത് അമ്മയുടെ സെൽഫോൺ ആയിരിക്കും. അല്ല ചേട്ടാ, അമ്മയുടെ ഫോൺ കട്ടായിട്ട് കുറെ നാളായി. ഇത് വേറെ ഫോണാ. ഇന്നലെ രാത്രിയിൽ അതിൽ ആരോടോ സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. ആരോട്? അത് പിടികിട്ടിയില്ല. എന്താ പറഞ്ഞതെന്ന് ക്ലിയർ ആയില്ല. എങ്കിലത് വിദ്യയോടായിരിക്കും. എന്നാ എനിക്കും തോന്നുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളുടെ കയ്യിലൊരു ഫോണുള്ളത് അത്ര നല്ലതല്ല. നല്ലതല്ലെന്ന് പറഞ്ഞ പോരക്കൂ, അത് ഡേഞ്ചറസാ.
നമ്മൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും അവൾ ഓവർ ഹിയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ ഫോണിലൂടെ എത്തേണ്ടടുത്തൊക്കെ എത്തുകയും ചെയ്യും. എന്നാലും നന്ദനയ്ക്ക് എവിടെ നിന്ന് അങ്ങനെ ഒരു ഫോൺ കിട്ടി? ഇനിയും സേതുലക്ഷ്മി നേരത്തെ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണോ? ഒരു ഫോൺ സംഘടിപ്പിക്കാനാണോ ഒരു വിഷമം? 500 രൂപയ്ക്ക് സാധനം കിട്ടും. എന്റെ ബലമായ സംശയം അത് വിദ്യയെടുത്ത് സമ്മാനിച്ചതായിരിക്കുമെന്നാ. ആശുപത്രിയിൽ അമ്മയുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ സമയത്ത് കൊടുത്തു കാണും. അതിനും പോസിബിലിറ്റീസ് ഉണ്ട്. എങ്കിൽ അവരമ്മയും മോളും തമ്മിൽ സ്ഥിരമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. സംശയം എന്താ? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നന്ദന വിദ്യയെടുത്തി അപ്പപ്പ വിളിച്ചറിയിക്കാതിരിക്കോ? അവൾ അങ്ങോട്ട് വിളിക്കണ്ട, വിദ്യയെടുത്തിക്ക് ഇങ്ങോട്ട് വിളിക്കാലോ. ഏതായാലും ആ പരിപാടി തുടരാൻ അനുവദിക്കരുത് ഒരുക്കൂ. മേലെല്ലാവർക്കും ഫോൺ ചെയ്യരുതെന്ന് ഇന്ന് തന്നെ വിലക്കണം. അതുകൊണ്ട് കാര്യമില്ല രഘുവേട്ടാ, നമ്മുടെ മുമ്പിൽ വെച്ചായിരിക്കും അവള് സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ രഹസ്യമായിട്ടാ വിളി. സദാസമയം നന്ദനയുടെ പിന്നാലെ വാച്ച് ചെയ്ത് നടക്കാൻ പറ്റുമോ നമുക്ക്? യു ആർ കറക്റ്റ്. ഞാനേ ഒരു അഭിപ്രായം പറയാം. നന്ദനയുടെ കയ്യിലുള്ള ഫോൺ നമ്മൾ പിടിച്ചു വാങ്ങിക്കുന്നു. ഇണങ്ങിയിട്ടാണെങ്കിലും പിണങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, അത് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കണം. അത് മതി. എങ്കി നീ പോയി കൈയോടെ അതങ്ങ് വാങ്ങിച്ചോ. അത് അത് വേണ്ട. ഞാൻ നന്ദനയുടെ സൈഡാണെന്നാ അവളുടെ വിചാരം. ആ ധാരണ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതാ നമുക്കും ഗുണം. അതുകൊണ്ട് ഫോൺ രഘുവേട്ടൻ വാങ്ങിച്ചാ മതി. എല്ലാവർക്കും അതാ നല്ലത്. പ്രതിഭ പറഞ്ഞതാ ശരി. എനിക്ക് മടിയൊന്നുമില്ല. അവൾ ആരെയെന്ന് വെച്ചാ വിളിക്കട്ടെ. ആ സമയം നോക്കി സംസാരിച്ചോണ്ടിരിക്കുമ്പോ പിടിച്ചെടുക്കാം. അത് ഞാൻ ഏറ്റു. ഇനി നന്ദന ഫോൺ ചെയ്യട്ടെ, ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം രഘുവേട്ടന്. ഗുഡ്. വാ, ഇറങ്ങി വാ. അതേ മോളെ, ഇവിടെ ഇപ്പൊ സുമിത്രയും മനീഷയും താമസിക്കുന്നത്. കുറച്ചപ്പുറത്താ എൻ്റെ വീട്. ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. എത്രയാടൂ? 80. 80 രൂപ. എന്നാ ഇത് 70. അയ്യോ, അത് പറ്റില്ല. എന്നാ എടുത്തു. വാ മോളെ. അവിടെ നിക്കടി. ആരാ മനസ്സിലായില്ലല്ലോ? ആ സുമിത്രേ, അത് പിന്നെ അച്ചുവേട്ടനോടല്ലേ ചോദിച്ചത് ഞാൻ. നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. ആ ഞാൻ പറയുന്നത് സുമിത്ര ഒന്ന് കേക്ക്. ജംഗ്ഷനിൽ ബസ്സേ വന്ന് ഇറങ്ങിയതാ ഈ കൊച്ചൻ. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അറിഞ്ഞുകൂടല്ലോ. സൂക്ഷം പോലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നടന്നു പോരാൻ തുടങ്ങിയപ്പോ ഞാൻ വിളിച്ചോണ്ട് പോന്നതാ. വഴിയെ പോകുന്നവർക്ക് കയറി വരാനുള്ള വീടല്ല ഇത്. ഞാൻ വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന സ്ഥലാ.
അത് പിന്നെ സുമിത്രയോട് മാപ്പ് പറഞ്ഞിട്ട് പെരക്കകത്തോട്ട് കയറാൻ നോക്കു കൊച്ചേ. അമ്മ ഞാൻ അമ്മയോ? ഏത് വകയില ഞാൻ നിന്റെ അമ്മയാവുന്നത്? കണ്ടവന്റെ കൂടെ രായ്ക്കരാമൻ ഇറങ്ങിപ്പോയപ്പോ നീ അമ്മ ഓർത്തോ? നിന്റെ വീടിന്റെ കാര്യം ഓർത്തോ? അങ്ങനെ പറ്റിപ്പോയി. പറ്റിപ്പോയെന്നല്ല, എന്നെ പറ്റിച്ചു എന്ന് പറ. എന്നിട്ട് എവിടെ നിന്റെ എല്ലാം എല്ലമേ രാജേഷേട്ടൻ? എവിടെയാണ് ആശാരിച്ചർക്കൻ? എനിക്കറിയാമായിരുന്നു കൊടുക്കുക തന്നെ സംഭവിക്കുമെന്ന്. അലഞ്ഞു തിരിഞ്ഞ് ഈ കെട്ടുമുട്ടി തന്നെ വന്ന് വീഴുമെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. നാണം ഉണ്ടോടി നിനക്ക് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? ആ ക്രോസ് വിസ്താരമൊക്കെ പിന്നെ ആകാം. ഇവളൊന്ന് വീട്ടിലോട്ട് കയറിക്കോട്ടെ സുമിത്രേ. പറ്റില്ല. അയൽക്കാരിയായ എനിക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടി ഇവിടെ വരുന്നത് അച്ചുവേട്ടൻ. ഈ കാര്യം പറഞ്ഞ് വെറുതെ ഒരു പിണക്കം വേണ്ട. ഇവളെ ഞാൻ ഈ വീട്ടിൽ കേറ്റില്ല. എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? അതറിയേണ്ട ആവശ്യമില്ല. പുകഞ്ഞു കുളി പുറത്ത്. എത്രയായാലും സുമിത്രയുടെ മോളല്ലേ ഇത്? അല്ല, ഇങ്ങനെ ഒരു പിഴച്ചതിനെ ഞാൻ പ്രസവിച്ചിട്ടില്ല. ചേടാ ഇതിപ്പോ നോക്കി നിൽക്കാതെ ഇറങ്ങി പോടി. എങ്ങോട്ടാന്ന് വെച്ചാ ചെല്ല്. ഇവിടെ നിന്റെ ആരും ജീവിച്ചിരിപ്പില്ല. നിന്നോടാ പറഞ്ഞ ഇറങ്ങി പോവാൻ. ഇറങ്ങടി. പോടി, പോ. സുമിത്രേ എടി, നിക്കടി ഇവിടെ. പുറത്തേക്ക് പോകാനാ പറഞ്ഞേ. സുമിത്രേ സുമിത്ര ഒന്ന് നിന്നേ. എനിക്കൊന്നും കേൾക്കണ്ട. എവിടെയും പോയി ചാവട്ടെ അവള്. അത് പേടിച്ചാ ഞാൻ അതിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഏതികെട്ട് വന്നിരിക്കാന്നാ എനിക്ക് തോന്നുന്നത്. ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോലും കൈ കാശില്ലായിരുന്നു. സുമിത്ര പറഞ്ഞില്ലേ എവിടെയെങ്കിലും പോയി ചാകട്ടെ എന്ന്. ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ആ കൊച്ച് എവിടെയെങ്കിലും പോയി ചത്ത് കളഞ്ഞാ പോലീസ് ഇങ്ങ് വരും. പിന്നെ അമ്മയും മോനും ആകത്താവും. കുടുംബം നശിപ്പിക്കാനായിട്ട് ജനിച്ച സന്തതി അവളെ. എനിക്ക് വേണ്ട അവളെ. ആയിക്കോട്ടെ, എന്തിനൊരു സാവകാശം ഉണ്ടല്ലോ. ക്ഷമിക്കാനാവാത്ത തെറ്റാ അനിലെ നിങ്ങളോട് കാണിച്ചത്. അല്ലെന്ന് ഞാൻ പറയുന്നുമില്ല. എന്ന് വെച്ച് നമുക്ക് കൊല്ലാൻ പറ്റുമോ? കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കേ. ഏത് സാഹചര്യത്തിലാ ഇപ്പോഴത്തെ ഈ വരവെന്നും നമുക്കറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചിട്ട് അധികം ഒന്നും പറഞ്ഞുമില്ല. എന്നാലും എന്തോ ഒരു പരിവക്കേടുണ്ട്. അത് മനസ്സിലാക്കി വേണ്ടത് എന്നാന്ന് വെച്ചാ ചെയ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. കാലത്ത് ഇറങ്ങിയതാ. ചോറിന് ഇരിപ്പുണ്ടോ അമ്മ? അമ്മ ചോറുണ്ടോന്ന്? എന്നാ വേണ്ട, ഞാൻ നോക്കാം. വേണ്ട, ഞാൻ എടുത്തു തരാം. മതി. ആഹാ, അച്ചാറുണ്ടായിരുന്നോ? മീനും മുട്ടയില്ലെങ്കിൽ ചോറിറങ്ങാത്തവർക്ക് അപ്പൊ കഴിക്കാൻ അറിയാം. അല്ലെങ്കിലും പട്ടിണി കിടന്നാലേ അന്നത്തിന്റെ വില മനസ്സിലാവും.
അതെ, കഴിച്ചിട്ട് പ്ലേറ്റ് എടുത്ത് കഴുകി വെച്ചേക്കണം. ഇവിടെ ആരുമില്ല എച്ചിപ്പാത്രം കഴുകാൻ. ഞാൻ കഴിക്കോളാം. നിനക്കെന്താ സുഖമില്ലേ? നിന്നോടാ ചോദിച്ചത് എന്താ അസുഖമെന്ന്. ബ്ലഡ് കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. രാത്രിയിൽ വേറെ മരുന്നാ, കുറച്ച് വിലയുള്ള ഗുളികയാ. നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണെങ്കിൽ വില കുറവുണ്ട്. നിനക്കിങ്ങനെ രക്തം കുറയാൻ എന്താ കാരണം? നിനക്ക് ഇടയ്ക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നോ? എനിക്കിപ്പോ 3-ാം മാസം അമ്മേ. 2 ആഴ്ച കൂടുമ്പോ ചെക്കപ്പിന് പോണം. പനക്കലെ കിണറ്റിലെ വെള്ളത്തിന് അത്ര തണുപ്പില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചിരുന്ന നല്ല വീടാ. എത്ര രൂപയാ വാടക? അമ്പിളി ഇത്രയും ദൂരെ അയച്ച് പഠിപ്പിക്കുന്നതിന് നല്ല ചെലവായിരിക്കുമല്ലോ. അവളെന്നും വിളിക്കോ? മനേച്ചേട്ടൻ രാവിലെ പോയാൽ പിന്നെ കട അടിച്ചിട്ട് വരുള്ളൂ. അമ്മേ, അവൻ വരുമ്പോ നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. എന്തൊക്കെ വിശേഷങ്ങൾ അറിയണ്ടേ? അമ്മ എന്തിനാ എൻ്റെ അടുത്ത് മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഒരു ചെറിയ തെറ്റുപറ്റി, അല്ലാതെ മഹാഭാവൊന്നും ചെയ്തില്ലല്ലോ. ചെറിയ തെറ്റോ? ഇതാണോടി ചെറിയ തെറ്റ്? കുടുംബത്തിന് മുഴുവൻ ദുഷ്പേരുണ്ടാക്കിയിട്ട് ചെറിയ തെറ്റ് പോലും. ഒരു ഉളുപ്പും ഇല്ലാതെ പിന്നെ കേറി വന്നിട്ട് കുടുംബവിശേഷം അറിയണോ? എന്തൊരു തൊലിക്കട്ടിയടി. ഈ ലോകത്ത് ഇഷ്ടപ്പെട്ട ആണിന്റെ പുറകെ പോയത് ഞാൻ മാത്രമൊന്നുമല്ല. അങ്ങനെ പോയെങ്കിൽ ഞങ്ങൾ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എവിടെയാണ് നിന്റെ ഇഷ്ടപ്പെട്ടവൻ? അവന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. രജിസ്റ്റർ ചെയ്തപോലെ കല്യാണം ഒഴിഞ്ഞോ? നിന്നെ അവനെ ഓടിച്ചോ അത് നീ അവനെ ഓടിച്ചോ? ഓടിച്ചൊന്നുമില്ല, ഞാൻ പിണങ്ങി പോന്നു. എത്ര നിസ്സാരായിട്ട് പറയുന്ന നോക്കി. പിണങ്ങി പോന്നത്രേ. ഒരരിശത്തിന് കിണറ്റി ചാടുമ്പോ ഓർക്കണം, 7 അരിശത്തിന് കിണറ്റിന്ന് കയറി പോരാൻ പറ്റില്ലെന്ന്. മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ അവനുമായിട്ട് നിന്റെ കല്യാണം നടത്തി തരാന്ന്. അതിനിടയിൽ ഒളിച്ചോടേണ്ട കാര്യം എന്തായിരുന്നു?
കല്യാണം നടത്താമെന്ന് പറഞ്ഞല്ലാതെ 5 പൈസ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നോ? ചുളിവിലൊരു കല്യാണം അങ്ങനെ വേണ്ടാന്ന് തോന്നി, അതാ ഞാൻ പോയത്. എന്നിട്ട് 1 കൊല്ലം തികയുന്നതിന് മുമ്പ് തിരിച്ചിങ്ങ് പോന്നില്ലേ? നിനക്കത് തന്നെ വരണം. നാണോ മാനോ ഇല്ലാത്ത ജന്തു. എനിക്കെന്തായാലും നാട്ടുകാരുടെ മുഖത്ത് നോക്കണ്ട. ഇങ്ങനത്തെ മക്കളുള്ളിലും ഭേദം ഇല്ലാതിരിക്കുന്നതാ. ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവമില്ല. നോക്ക്, ഇനി നിനക്കുള്ള ആഹാരത്തിനും മരുന്നിനും വക ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? വേണം. ഞാനില്ലേ തറുതല പറഞ്ഞോണ്ട് വരല്ലേ? എന്റെ കൈ വാങ്ങിക്കും കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. നീ ഇവിടുന്ന് എടുത്തോണ്ട് പോയ സ്വർണ്ണവും പൈസയൊക്കെ എവിടെ? എനിക്കറിയണം. അതൊക്കെ ചെലവായി പോയി. എല്ലാം മുടിച്ചു കളഞ്ഞിട്ടും വയറും വീർപ്പിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇറങ്ങി പോണം ഇവിടുന്ന്. എങ്ങോട്ട് പോവാനാ? ആരടുത്തേക്ക് പോവാനാ? ആരെങ്കിലും ഉണ്ടോ നിന്നെ സ്വീകരിക്കാൻ? ദേ, ഇവിടുന്ന് നിന്നെ ഞാൻ അടിച്ചിറക്കി വിടാത്തത് കാര്യമാണെന്ന് വിചാരിച്ചോ? ദേ, ഞാനിനി നിന്റെ അടുത്ത് നിന്നാ അത് ശരിയാവില്ല.